അല്ല, പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഒരു DGP, അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഒരു ക്രമസമാധാന നില ഇപ്പോഴും ചുമതല വഹിക്കുന്ന ADGPക്കെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ആ റിപ്പോർട്ടിൽ ADGPക്കെതിരായിരിക്കുമെന്നും അത് പിണറായി വിജയന്റെ ധാരണകൾക്ക് വിരുദ്ധമായ റിപ്പോർട്ടായിരിക്കുമെന്നും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ കേരളം വിശ്വസിക്കുന്നുണ്ടോ? ഇത് പ്രഹസനമല്ലേ? പിണറായി വിജയന്റെ ആശയക്കനുസരിച്ച് ഇതെല്ലാം PV അൻവറിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ്, തെളിവുകളില്ലാത്ത ഉണ്ടയില്ല വെടികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവും അൻവറിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുക സാധാരണഗതിയിൽ വരാൻ പോവുക. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഘടകകക്ഷികളെക്കാൾ വലുതാണ് ഈ പറയപ്പെടുന്ന ADGP. കേരളത്തിലെ CPIയേക്കാൾ മുഖ്യമന്ത്രിക്ക് വലുതാണ് ADGP. EP ജയരാജനേക്കാൾ വലുതാണ് ADGP. എന്തുകൊണ്ട് ഈ ADGPയെ ഇത്രമാത്രം സംരക്ഷിക്കുന്നു? ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനിയിപ്പോ ജനാധിപത്യ എന്നൊരു വാക്കൊന്നും ഇനി അതിനകത്ത് ചേർക്കേണ്ടതില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIക്ക് പോലും അഭിപ്രായങ്ങളില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ CPI അഭിപ്രായം പറഞ്ഞതിന് ഇരിക്കട്ടെ, ആ അഭിപ്രായത്തിന് എന്തെങ്കിലും വില കൊടുക്കുന്ന സമീപനം ആ മുന്നണിക്കകത്ത് നിന്നുണ്ടാകുമോ? പിണറായി വിജയൻ ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടുവരും, മുന്നണിക്കകത്ത് ചർച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, ഘടകകക്ഷികൾ മിണ്ടാതിരിക്കും. പിണറായി വിജയൻ പറയും അപ്പൊ പിന്നെ നമ്മളങ്ങ് തീരുമാനിക്കുകയല്ലേ എന്ന് പറയും. CPI ഉൾപ്പെടെയുള്ളവർ ദുർബലമായ ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും, ശരി അതാണ് നമ്മുടെ തീരുമാനം എന്ന് പിണറായി വിജയൻ പറയും, ചായ കുടിക്കും, പിരിയും. മുന്നണിക്കകത്തൊന്നും ഘടകകക്ഷികൾക്കൊന്നും ഒരു വിലയുമില്ല. ആരാ എതിർത്തത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയ, CK ചന്ദ്രപ്പന്റെയോ വെളിയം ഭാർഗവന്റെയോ കാലഘട്ടത്തിലായിരുന്നു ഇങ്ങനെ RSSന് വിടുപടി ചെയ്യുന്ന, RSSന് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാൻ അവസരം കൊടുത്ത, RSS മേധാവികളുമായിട്ട് പങ്കാളിത്ത ചങ്ങാത്തമുള്ള, സ്വർണം പൊട്ടിക്കൽ നടത്തിയ, കൊലപാതകങ്ങൾക്കും മരമുറികൾക്കും അതുപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിനും എല്ലാത്തിനും കൂട്ടുനിന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു ADGP ഈ തലപ്പത്തിരിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? സഖാവ് VS ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഇങ്ങനെ നടക്കോ? ഇന്ന് സഖാവ് സീതാറാം യെച്ചൂരി മരിച്ച ദിവസമാണ്. ആ കോമ്രേഡിന് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം ഒരിക്കലും മുതലാളിത്ത പങ്കാളിത്ത ചങ്കാത്തവുമായി കച്ചവടം ഉറപ്പിക്കാത്ത സഖാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. അതാണ് വ്യത്യാസം. ഒരു മുതലാളിമാരുടെ ഡയറിയിലും പേര് വരാത്ത നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. എല്ലാ ആളുകളുമായിട്ടും അടുപ്പമുണ്ടായിരുന്നപ്പോൾ പോലും ഒരു മുതലാളിയുടെയും ഒത്താശയ്ക്ക് വഴങ്ങിക്കൊണ്ട് RSS എന്ന് പറയുന്ന ആശയവുമായിട്ട് ഒരു തവണ പോലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കച്ചവടത്തിനോ അതല്ലെങ്കിൽ സഖ്യത്തിനോ പോകാത്ത സഖാവ് യെച്ചൂരി മരിച്ച ദിവസമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യം ഇന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പിണറായിക്ക് രണ്ട് ബിംബമുണ്ടായിരുന്നു. എന്താണ് ആ ബിംബം? 222 പരം വരുന്ന രക്തസാക്ഷികളുടെ ചോരയിൽ കുതിർത്തു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കാർക്കശ്യക്കാരനായ, രക്തസാക്ഷികളെ മാനിക്കുന്ന പാർട്ടിയുടെ തലവൻ എന്തായിരുന്നു? സഖാവ് പിണറായി വിജയന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഏറ്റവും വലിയ മൂലധനം. ഏറ്റവും വലിയ RSSകാരനായ ഒരാളെ കൊലപാതകം നടത്തിയെന്ന ആരോപണം പോലും ഉണ്ടായിട്ട് പോലും പതറാതെ ഇടത് വീര്യം ഉയർത്തിപ്പിടിച്ചെന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ഇടത് രാഷ്ട്രീയത്തിലെ പ്രസക്തി. എന്നാൽ ഈ ഒറ്റ സംഭവത്തോടു കൂടി രക്തസാക്ഷികളുടെ, ബലിദാനികളുടെയും രക്തസാക്ഷികളുടെയും രക്തമുറഞ്ഞ മണ്ണിൽ ചവിട്ടി പങ്കാളിത്ത മുതലാളിത്ത കച്ചവടവുമായി ഉറപ്പിച്ചുകൊണ്ട് RSSുമായി ആശയവിനിമയം നടത്തി സഖ്യം കൂടിയ നേതാവായി പിണറായിയെ കാലം വിലയിരുത്തും. ശ്രീ BRM ഷെഫീർ, ഞാൻ തുടക്കത്തിൽ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് എന്ന് ചോദിക്കാൻ കാരണം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ LDFനകത്ത് വലിയ വോയിസ് ഒന്നും ഘടകകക്ഷികൾക്ക് ഇല്ല എങ്കിൽ തന്നെയും അവർ അജണ്ടയിൽ പോലും ഇല്ലാതിരുന്നിട്ടും ഈ വിഷയം ഉയർത്തുകയും ഇത് സമകാലീന രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറയുകയും അത് ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന്, ഈ സസ്പെൻഷൻ വേണം എന്നൊന്നുമല്ല, നിലവിലിരിക്കുന്ന ചുമതലയിൽ നിന്ന്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെങ്കിലും അന്വേഷണം നടത്തണമെന്ന പ്രാഥമികമായ ഒരു ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുപോലും സാധ്യമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ DGP നടക്കുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ കൂടി ഈ കൂടിക്കാഴ്ച ഉൾപ്പെടെ വരും, അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനെ കുറിച്ചാണ് താങ്കളോട് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും ഈ ഘടകകക്ഷികളടക്കം പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഈ ഉദ്യോഗസ്ഥനെ മാറ്റുമെന്നാണ്. അപ്പൊ ആ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്താ അറിയോ? DGP ആരാ? DGP അന്വേഷണം നടത്തുന്നു. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത്?
ഈ പറയപ്പെടുന്ന MR അജിത് കുമാറിന്റെ ജൂനിയർ ആയിട്ട് MR അജിത് കുമാറിനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജൂനിയർമാർ DGP തന്നെയാണ് അന്വേഷണം നടത്തുന്നത് കരുതുക. എന്തിനെ കുറിച്ചാണ് അന്വേഷണം? സ്വർണം പൊട്ടിക്കൽ. ആർക്കെതിരെ? ക്രമസമാധാന പാലനം, ലാ ആൻഡ് ഓർഡർ പരിപാലിക്കപ്പെടുന്ന ADGPക്കെതിരെ. എന്താണ് ആരോപണം? കൊലപാതകം. എന്താണ് ആരോപണം? സ്വർണം പൊട്ടിച്ച് ഭാര്യയുടെ സഹോദരന്മാർ വഴി തൃശൂരിൽ വിതരണം നടത്തിയെന്ന ആരോപണം. എന്താണ് അന്വേഷിക്കേണ്ടത്? ഫോൺ ചോർത്തൽ. ആർക്കെതിരെ? DGPയുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉൾപ്പെടെ ഫോണുകൾ ചോർത്തൽ. ഇനി എന്താണ് ആരോപണം? കൊലപാതകം. ഇരിക്കുന്ന പോസ്റ്റ് ചെയ്ത ക്രമസമാധാന പാലനം കൈകാര്യം ചെയ്ത ADGP. സർ, മിനിമം ഈ അന്വേഷണം നടക്കുന്നത് വരെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ അദ്ദേഹത്തിന് ആ ചുമതലയിൽ നിന്ന് മാറ്റി ADGP ആയിട്ട് നിലനിർത്തുന്നു. അന്വേഷണ റിപ്പോർട്ട് എതിരാണെങ്കിൽ ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടായിരുന്നു. ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു അന്വേഷണം നടത്തി പ്രഹസനം നടത്തി ആരെ പറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്? ആർക്ക് വേണം ഇനി ആ റിപ്പോർട്ട്? ഏത് ഘടകകക്ഷികളാണ് അത് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ? ആങ്കർ എന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഏതെങ്കിലും CPMമാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ അന്വേഷിക്കുന്ന റിപ്പോർട്ടിൽ ഇത്രയും കുറ്റകരമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു UDF MLA ഉന്നയിച്ച ആരോപണമല്ല. ഇടത് MLA, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിച്ചെടുത്ത ഒരു MLA ഗുരുതരമായിട്ട് ആരോപണം എഴുതിക്കൊടുത്ത് തയ്യാറാക്കിയ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ADGPക്കെതിരായി 11 പോയിന്റുകൾ എണ്ണി പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയുള്ള കാര്യമാണ്. അത് ഈ 11 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഒരു തർക്കത്തിന് വേണ്ടി സമ്മതിക്കാമെന്ന് വെച്ചാൽ പോലും ADGP ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അവിടെയാണ് പ്രശ്നം. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷവും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. അതൊരു പ്രഹസനമാകുന്നു. DGP അദ്ദേഹത്തെ ആലോചിക്കണം. കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തുന്നു. അദ്ദേഹം വരുന്നത് എങ്ങനെയാ? ഔദ്യോഗികമായി തന്നെ വരുന്നു, ആ കാറിൽ വരുന്നു, DGPയുടെ മുമ്പിൽ മൊഴി കൊടുക്കുന്നു. എന്താണ് സാർ? ആർക്ക് വേണം ഈ റിപ്പോർട്ട്? എന്തായിരിക്കും അതിന്റെ നിഷ്പക്ഷത? ഈ മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് DGP അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദർബാസി സാഹിബ് എന്ന് പറയപ്പെടുന്ന സീനിയോറിറ്റികളെ മറികടന്നുകൊണ്ട് DGP ആക്കിയ ഈ പറയപ്പെടുന്ന ദർബാസി സാഹിബിന്റെ കീഴിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെതിരെ പിണറായി വിജയൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ ഈ DGP എതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഹസ്കർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് എന്താണ് പണി? മിസ്റ്റർ ഹസ്കർ, നിങ്ങൾക്കറിയാം RSSന്റെ രണ്ടാമത്തെ നേതാവ് ശ്രീ ഹൊസബലയുമായി ഈ പറയപ്പെടുന്ന ആഭ്യന്തര വകുപ്പിലെ ADGP MR അജിത് കുമാർ കണ്ടു എന്ന് പുറത്തു കൊണ്ടുവന്നത് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീർന്നില്ല. ഇതേ MR അജിത് കുമാർ പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ സ്വന്തം സഹോദരന്റെ മകനെ ക്ലിഫ് ഹൗസിൽ താമസിപ്പിച്ചിട്ട് ഔദ്യോഗികമായി അദ്ദേഹത്തെ കൂടി MR അജിത് കുമാറിനോടൊപ്പം വിട്ട് കോവളത്തെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ RSSന്റെ രാം മാധവനെ കാണാൻ വിട്ടത് പിണറായി വിജയനാണെന്നുള്ള കാര്യം പുറത്തുവിട്ടതും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. പറഞ്ഞു പോകരുത്. പിന്നെ നിങ്ങൾക്ക് പൊള്ളില്ല. നിങ്ങൾ പറഞ്ഞെന്താണ്? അയ്യോ, K സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് പഴംപുരാണം പറയും. നിങ്ങൾക്കറിയാം MV ഗോവിന്ദൻ ഇന്നലെ പറയുക, വേണ്ടി വന്നാൽ RSS മേധാവി മോഹൻ ഭഗവതിനെയും ഞങ്ങൾ കാണും. എന്തേ? K സുധാകരനെതിരെ കുരച്ചു ചാടിയ സിംഹങ്ങളെന്ന് ഞങ്ങൾ ഇപ്പൊ കാണുന്നില്ലല്ലോ. ശംസീർ ഇന്നലെ പറയാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സംഘടനയുടെ നേതാവുമായി കണ്ടാൽ എന്താ കുഴപ്പം? സ്പീക്കർ തലശ്ശേരിയിലെ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ബലികുടീരത്തിൽ നിന്നും ജയിച്ചു വന്നവൻ സ്പീക്കർ ഇവിടെ പറഞ്ഞു RSSന്റെ നേതാവിനെ, ഇന്ത്യയിലെ പ്രമുഖ നേതാവിനെ കണ്ടാൽ എന്താ കുഴപ്പം? അങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന് ശംസീറും മോഹൻ ഭഗവതിനെയും ഞങ്ങൾ കാണുമെന്ന് ഗോവിന്ദനും പറയുന്നിടത്തേക്കാണ് നിങ്ങൾ എത്തിപ്പെട്ടു നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ RSS ചങ്ങാത്തം. ഞങ്ങൾക്കറിയാം സാർ, അടുത്ത് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് BJP RSS CPM മുന്നണിയെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം മതേതര കേരളത്തിനുണ്ട്, UDFനുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യും. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കാലത്തല്ലേ BJPയുടെ പങ്കാളിത്ത ചങ്ങാത്തം ഉണ്ടാക്കിയത്? നോക്ക്, RSSന്റെ മേധാവിക്ക് പാലക്കാട്ട് 2 തവണ, സ്കൂളിന്റെ വേണമെങ്കിൽ പേര് പറഞ്ഞു തരാം, 2 തവണ പോലീസിന്റെയും കളക്ടറുടെയും സ്റ്റോപ്പ് മെമ്മോയെ തള്ളിക്കൊണ്ട് പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ
ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ ഉയർത്തണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെ മാനിക്കാതെ കൊടി ഉയർത്താൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അവസരം കൊടുത്ത നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നല്ലേ? അല്ലെങ്കിൽ പറ, തൃശൂർ പൂരം കലക്കിയിട്ടാണ് MR അജിത് കുമാർ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തിനെയും ചെറുപൂരങ്ങളെയും അതുപോലെ തന്നെ പിന്നെ റൗണ്ടിനകത്തുള്ള പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തിയിട്ടാണ് അവിടുത്തെ RSS വികാരത്തെ ജ്വലിപ്പിച്ച് സുരേഷ് ഗോപിയെ ഞങ്ങൾ ജയിപ്പിച്ചു കൊടുത്തത് എന്ന് ആരോപണം ഉന്നയിച്ചത് ഞങ്ങളല്ലല്ലോ, PV അൻവറാണ്. തീർന്നില്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ശബരിമലയിൽ 18ാം പടിയിലെ 12ാമത്തെ പടിയിൽ മൈക്രോഫോണുമായി RSS നേതാവിന് ക്രമസമാധാന നില പാലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൊടുത്ത നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഹസ്കറെ, തീർന്നില്ല. ശ്രീ M എന്ന് പറയപ്പെടുന്ന സൻസദ് എന്ന് പറയപ്പെടുന്ന വലിയ സംഘത്തിന്റെ പ്രധാനിയെ വിളിച്ചിരുത്തി തിരുവനന്തപുരത്ത് കുമ്മനത്തിനെയും ഗോപാലൻകുട്ടിയെയും കൂടെ ഇരുത്തി RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തി നിങ്ങളുടെ അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും അമർച്ച ചെയ്യാൻ സന്ധി സംഭാഷണം നടത്തിയതിനു ശേഷം മധ്യസ്ഥത വഹിച്ച ശ്രീ എമ്മിനെ സൻസദിനെ തിരുവനന്തപുരത്ത് ആക്കുളത്ത് 5 ഏക്കർ പതിച്ചു കൊടുത്ത നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. മറന്നുപോകരുത്. തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് നിരോധിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദുത്വവാദത്തിന്റെ വക്താവായ സുരേഷ് രാജ് പുരോഹിതനെ സംരക്ഷിച്ച നേതാവിന്റെ പേര് ശ്രീ പിണറായി വിജയൻ എന്നാണ്. തീർന്നില്ല. കേന്ദ്രത്തിലെ ഘടകകക്ഷിയായ ദേവഗൌഡയുടെ പാർട്ടിയെ നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിലും JDS ഉണ്ട്, പിണറായി വിജയന്റെ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റിലും JDS ഉണ്ട്. ഇന്ന് വരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷിയെ പേർന്ന പിണറായി വിജയൻ ഞങ്ങളെ മുന്നണി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് യെച്ചൂരി മരിച്ചു കിടക്കുക. ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട നേതാവാണ് യെച്ചൂരി. എന്നാൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോ CPI പോലും കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് ആളെ അയച്ചു, പാർട്ടിയുടെ പ്രതിനിധി അയച്ചു. CPM അയച്ചില്ല. കാരണം യെച്ചൂരിയെ വിരട്ടിയ പിണറായി വിജയനാണ്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോ അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് യെച്ചൂരിയെ വിടാതെ 28 പാർട്ടികൾ പങ്കെടുത്തപ്പോ അവിടേക്ക് അയക്കാതെ ഇന്ത്യ മുന്നണിയെ പുറകിൽ നിന്ന് വെട്ടിയ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, രാഹുൽ ഗാന്ധിയെ തെറി വിളിച്ചത്, രാഹുൽ ഗാന്ധിയെ DNA ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയെ എതിർത്തത്, ഇലക്ഷന് ശേഷം BJP എതിർക്കാതെ മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ടൂറ് പോയത് എല്ലാം നിങ്ങളുടെ BJPയുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ്. എഴുതി വെച്ചോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ഈ പറഞ്ഞ പുറത്ത് പത്രസമ്മേളനം വിളിച്ച PV അൻവർ പോലും അദ്ദേഹം ഉന്നയിച്ച 14 ആവശ്യങ്ങളിൽ ഒരാവശ്യമായിട്ട് പോലും ശ്രീ P ശശിക്കെതിരായിട്ടൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് പറഞ്ഞൊരു വാചകമുണ്ട് കേട്ടോ. ഞാൻ ഈ കൊലപാതകത്തെ സംബന്ധിച്ചും കൊട്ടാരത്തെ സംബന്ധിച്ചും ഈ ഫോൺ ചോർത്തലിനെ സംബന്ധിച്ചും ആളുകളെ തിരസ്കരിക്കുന്നതിനെ സംബന്ധിച്ചും മരമുറിയെ സംബന്ധിച്ചും സ്വർണ്ണ റാക്കറ്റുകളെ സംബന്ധിച്ചുമെല്ലാം ഞാനൊരു പരാതി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്താൽ മുഖ്യമന്ത്രി നേരെ എടുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി കൈ കൊടുക്കും. ഒരു ചുക്കും സംഭവിക്കില്ല. അവിടെ റദ്ദ് ചെയ്യുകയാണ് P ശശിക്കെതിരായി അദ്ദേഹത്തിന്റെ മുഖത്ത് കരിവാരി തേക്കുകയാണ് ശ്രീ PV അൻവർ. ആ PV അൻവറിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രതികരണം കാണുമ്പോൾ ശശിയും പുറത്തു പോകേണ്ടതാണ്. അഥവാ ശശിയാണ് ഇതിനെല്ലാത്തിനും തണൽ വിരിച്ചു കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പ്രഹസനമാണ്. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ADGP RSSുമായിട്ട് ചർച്ച ചെയ്തു, 2 തവണ ചർച്ച ചെയ്തു, 2 വലിയവന്മാരായിട്ട് ചർച്ച ചെയ്തു. ഈ 2 വൻകിട RSS നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത ADGPയെ RSSുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ഏജന്റ് ആയിട്ടാണ് ഇദ്ദേഹത്തെ പിണറായി വിജയൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എല്ലാവരും ഈ അനൂപിനെ തന്നെ കൃത്യമായിട്ട് അറിയാമല്ലോ. പണ്ട് നമ്മുടെ നമ്മുടെ ഗവർണർ RSS ഏജന്റ് ആണ്. RSSന് വേണ്ടി പണിയെടുക്കുന്നയാളാണ്. RSSന്റെ സൃഷ്ടിയാണ് ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ഗവർണർക്കെതിരായി കേരളം മുഴുവൻ SFIക്കാരെ വിട്ട് തെറി വിളിച്ചതും പ്രതിരോധം തീർത്തതും ഉപരോധം തീർത്തതും ബഹളം വെച്ചതും പ്രമേയം പാസ്സാക്കിയതുമല്ല. എന്നാൽ ഗവർണർ അല്ല സാർ, ഇതേ പിണറായി വിജയൻ തന്നെയാണ് RSSന്റെ ഏജന്റും RSSന്റെ ഉപകരണമെന്ന് തെളിഞ്ഞിരിക്കുമല്ലേ, വ്യക്തമായി തെളിഞ്ഞിരിക്കല്ലേ.